നമ്മൾ ചിരട്ടയിൽ കുറേ ചെടികൾ വെക്കുന്നത് കാണിച്ചിട്ടുണ്ട്. ചെടികളും ചെറിയ രീതിയിൽ പച്ചക്കറികളും ഒക്കെ. അത് വെച്ചാൽ മാത്രം പോരല്ലോ, അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്, അല്ലെങ്കിൽ സക്സസ് ആയിട്ട് നിൽപ്പുണ്ടെന്നും കൂടെ ഇടയ്ക്ക് നിങ്ങളെ കാണിച്ചു തരണമല്ലോ. കുറച്ച് നാൾ മുന്നേ നമ്മൾ ടൊറേനിയത്തിൻ്റെ കുറച്ച് കട്ടിങ്സ് എടുത്തിട്ട് ഇതുപോലെ ചിരട്ടയിൽ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് ദേ ഇപ്പോൾ വളർന്ന് ഇത്രയായിട്ടുണ്ട് കേട്ടോ. നല്ല തിക്കായിക്കൊണ്ടിരിക്കുന്ന, അതിനകത്ത് പുല്ലൊക്കെ കിളിർത്തിട്ടുണ്ട്, അത് കളയണം. എന്നാലും ചിരട്ടയിൽ അത് നന്നായിട്ട് പൂവിട്ട് തന്നെ നിൽപ്പുണ്ടേ. പിന്നെ നമ്മൾ മുളക് ചെടിയിൽ പെട്ടെന്ന് തന്നെ പൂ പിടിക്കാനും കായുണ്ടാകാനും ഒക്കെയുള്ള വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, ഷോർട്സും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടോ, നമ്മൾ ബുള്ളറ്റ് മുളകില്ല, നമ്മുടെ തൈരുമുളക്, അതിൽ നിറച്ച് പൂവൊക്കെ ആയത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം അതിൽ കായ പിടിച്ച് തുടങ്ങി. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഗാർഡൻ ഒന്ന് ക്ലീൻ ചെയ്യാം, കുറച്ച് പ്രൂണിങ്ങും പരിപാടിയൊക്കെ ഉണ്ട്, അതിനിറങ്ങാമെന്ന് വെച്ചിരുന്നപ്പോൾ ഭയങ്കര വെയിൽ നമുക്ക് ചൂട് സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് തന്നെ കയറിപ്പോന്നു കേട്ടോ. പിന്നെ ബാക്കി പണിക്ക് ഇറങ്ങുന്നത് പിറ്റേ ദിവസമാണ്. വെയിലൊന്ന് മങ്ങിയെന്ന് തോന്നി ആ ഒരു സമയത്ത് ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ ബോർഡർ ഗ്രാസ് ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കണേ. ഇത് ഇടയ്ക്കിടയ്ക്ക് കട്ട് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ വളരും. അപ്പം നമ്മൾ ആക്കിയ ആ ഷേപ്പൊന്നും നമുക്ക് മനസ്സിലാകത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വിടട്ടെ. ഇപ്പം എല്ലാ ദിവസവും ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ളൊരു കാര്യമാണ് നമ്മുടെ മുളക് ചെടിയിലെ കായ വലുതായോ, അതിൽ ബാക്കി പൂക്കളൊക്കെ സെറ്റാവുന്നുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇൻട്രസ്റ്റാണ് രാവിലെ സമയത്ത്. ഇപ്പോൾ രാവിലെ കുറച്ച് നേരം നമ്മൾ ഇറങ്ങുമല്ലോ ഗാർഡനിൽ, നമ്മുടെ കിച്ചണിലെ കുറച്ച് പരിപാടിയൊക്കെ കഴിയുമ്പോഴത്തേന് നമ്മൾ ഗാർഡനിലോട്ട് ഇറങ്ങും. പിന്നെ അത് നനച്ചു കൊടുക്കുക, അതുങ്ങളെയൊക്കെ ഒന്ന് നോക്കുക, അതൊക്കെ ഒരു ഭയങ്കര നമുക്ക് സന്തോഷം കിട്ടുന്നൊരു കാര്യങ്ങളാണ്. 2-3 ചീനി തൈകളും അല്ലെങ്കിൽ 2-3 ചീരത്തൈകളും ഒക്കെ വെച്ച് അത് നോക്കുന്നതിലൂടെ എന്താ ഇത്ര സന്തോഷം കിട്ടുന്നതെന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ മൈൻഡിൻ്റെ ഇതുപോലെ ഇരിക്കും. എനിക്കൊരുപാട് സന്തോഷം കിട്ടുന്ന ഒരു കാര്യമാണ് കേട്ടോ. അപ്പം ഞാൻ വീഡിയോ യൂട്യൂബിൽ ഇടുന്നുള്ളത് കൊണ്ട് ഞാനിപ്പോൾ ഈ കണ്ടൻറ്റ് ഇടുന്നെന്ന് മാത്രം. നമ്മൾ ഇതിലേക്കൊന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഒരു ചെടിയാണെങ്കിലും നമ്മളൊന്ന് വെച്ച് പിടിപ്പിക്കാനൊരു ഇൻട്രസ്റ്റ് കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ. നമ്മുടെ ചീരച്ചെടിയല്ല, നമ്മുടെ ചീര ചിരട്ടയിൽ വെച്ചതൊക്കെ അത് ഇത്രയും ആയിട്ടുണ്ട് കേട്ടോ. ഒരാഴ്ചയും കൂടെ ഒക്കെ കഴിയുമ്പോൾ നമുക്കിത് കറി വെക്കാൻ എടുക്കാതിരിക്കുവേ. എന്തായാലും എല്ലാം നന്നായിട്ട് തന്നെ നിൽപ്പുണ്ട്. പിന്നെ കുറച്ച് തക്കാളി തൈയൊക്കെ നമ്മൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.